ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നമ്മുടെ ചക്കക്കെല്ലാം മൂത്തൊക്കെ റെഡി ആയി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്നൊരു ചക്ക പൊരിക്കുന്ന വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ചക്കൊക്കെ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് തൊടിയിലേക്ക് വന്നതാണ്. എല്ലാ ചക്കയും നന്നാക്കി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഒരെണ്ണാണ് ഇതിനു വേണ്ടി എടുക്കുന്നത്. ബാക്കിയൊക്കെ അണ്ണാനും കിളികളും കഴിച്ചു പോവാറാണ് പതിവ്. അപ്പോൾ നമുക്ക് ഒന്നിതാ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഈ താഴത്തെ തൊടിയൊക്കെ ഫുള്ള് പ്ലാവാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ചക്കനോട് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ മഴയൊക്കെ എടുത്തിട്ട് ഇത് ഞങ്ങൾ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അങ്ങനെ ഇതാ 2 പീസാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ പൊരിക്കുന്ന പരുവത്തിലേക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരാം. ഇത് കുറച്ച് നീളമുള്ള ചുളയാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അരിഞ്ഞെടുക്കാൻ വെരി ഈസിയാണ്. അപ്പോൾ നമ്മൾ കുരൊക്കെ റിമൂവ് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് നീളത്തിലിങ്ങനെ അരിഞ്ഞെടുക്കാം. അപ്പം ഞാനിനി മൊത്തത്തിൽ മുഴുവൻ അരിഞ്ഞെടുത്തിട്ട് കാണിച്ചു തരാം. അങ്ങനെ ചക്കല്ലതാ ഞാൻ ചെറുതാക്കി മൊത്തത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പൊരിച്ചെടുക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഇതാ പാൻ അടുപ്പത്ത് വെക്കുന്നുണ്ട്. പാന് നന്നായി ചൂടായതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിലും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അത് നന്നായി ചൂടായതിന് ശേഷം നമുക്ക് കുറേശ്ശെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കുക്കായതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കുക്കാവുന്നതിന് മുമ്പ് ഉപ്പിട്ട് കൊടുക്കരുത്. ചക്ക വേവാൻ കുറച്ചൊരു പ്രയാസം ഉണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മുടെ ചക്ക എല്ലാം ഗോൾഡൻ കളറായിട്ട് വന്നിട്ട് ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടിട്ടുണ്ട്. എല്ലാം നല്ല ക്രിസ്പിനെസ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ബാച്ചും കൂടെ ഒന്ന് പൊരിച്ചെടുക്കാം. നെക്സ്റ്റ് ബാച്ചും ഇതാ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊക്കെ ഒന്ന് നന്നാക്കി ഇളക്കി കൊടുക്കാം. ഒരു ഗോൾഡൻ കളറാവുന്നതിന് മുന്നേ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഇതെല്ലാം സെറ്റായിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇത് കോരി മാറ്റാം. അങ്ങനെ എല്ലാ ചക്കയും ഞാനിത് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ജസ്റ്റ് ഒരു എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷനിലാണ്, വേണ്ടവർക്ക് മാത്രം യൂസ് ചെയ്യാം. ഇനി ഞാനിതിന് വലിയൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഞാൻ മൊത്തത്തിൽ കുഴച്ചെടുക്കാൻ പോവാണ്. ഇത് ആ ചെറു ചൂടിൽ തന്നെ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അന്നേരം മുളക് പൊടിയുടെ പച്ചമണം എല്ലാം പോയി കിട്ടും. അപ്പോൾ നമ്മുടെ ക്രിസ്പിയായ ചക്ക പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.